പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധനിവരും നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണാപ്രമിഷയോട് ബന്ധപ്പെട്ട എല്ലാ ദിവസവും രാവിലെ 4 തൊട്ട് 5 വരെയും എല്ലാ തിങ്കളാഴ്ചയും ചേർന്ന് ഉപവസിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രാർത്ഥന സഹായികൾക്കും അഭ്യർത്ഥികാംക്ഷികൾക്കും യേശുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഈ തിങ്കളാഴ്ച വരെ ദൈവം നമ്മെ ജയോത്സവമായിട്ട് വഴി നടത്തി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവശബ്ദവും ആലോചനയും പകർന്ന് കർത്താവ് നമ്മെ കഴിഞ്ഞ ആഴ്ചയിൽ വഴി നടത്തുവാനായിട്ടിടയായി. ഈ പുതിയൊരാഴ്ചയിലും ജീവിക്കാൻ ആവശ്യമുള്ള ദൈവിക ശക്തിയാൽ നമ്മെ അവരുടെയായി നിറച്ച് ശ്രേഷ്ഠയോട് കർത്താവ് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണാപ്രമിനിസ്റ്റയുടെ മോർണിംഗ് വേർഷനിൽ കൂടെ എല്ലാ ദിവസവും നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. അതിലുപരിയായിട്ട് എല്ലാ തിങ്കളാഴ്ചയും ഉപവസിച്ച് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏകദേശം 77 പേരോളം ഉള്ള പ്രാർത്ഥനാ സഹായികൾ ഉള്ള സ്തോത്രം ഈ മൺഡേ ഫാസ്റ്റിംഗ് ഡേറ്റിൽ ചേർന്ന് പ്രാർത്ഥിപ്പാൻ, ജാഗരിപ്പാൻ, അനേക വിഷയങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാൻ കർത്താവ് സഹായിക്കുന്നോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ചത്തെ ദൂതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ ദൈവശബ്ദത്തിനായിട്ട് ഉള്ള വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി, ഞങ്ങളെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീരും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് എന്താണ് ഈ തിങ്കളാഴ്ചയിൽ ഞങ്ങളെ അറിയിക്കുവാണ് ദൂത എന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഓർപ്പിച്ച ഉദ്ദേശമാണ് കടക്കേണ്ടി വന്നു, എങ്കിലും ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. We went through, but now you have brought us into a place of great abundance, a place of out rich fulfillment. Praise the Lord. നിശ്ചയമായിട്ടും ഇന്ന് രാവിലെ തൊട്ട് അടുത്ത തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ വനത്തിൻ്റെ ശക്തിയാൽ നടത്തട്ടെ എന്ന് കർത്താവിനെ പ്രാർത്ഥിക്കുക. പല പ്രതിസന്ധിയിൽ കൂടെ നമ്മൾ കടക്കേണ്ടി വന്നു. വി വെന്റ് ത്രൂ, നമ്മൾ കടക്കേണ്ടി വന്നു സ്തോത്രം. എന്നാൽ ദൈവം അതിനെയെല്ലാം നന്മയാക്കി മാറ്റി തൻ്റെ ഭക്തന്മാരെ വഴി നടത്തുന്നു എന്നുള്ളതാണ് കർത്താവ് അർപ്പിക്കുന്ന ദൂത സ്തോത്രം. ഇടുക്കത്തിലേക്ക്, ഞെരുക്കത്തിലേക്ക്, തകർച്ചയിലേക്ക് ആക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ പരിശോധനകൾ, ഈ പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടക്കേണ്ടി വന്നത്. എന്നാൽ ആമേൻ, ചോദിക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ തക്കവണ്ണം വ്യാപരിക്കുന്ന ദൈവശക്തി, പരിശുദ്ധന്മാരുടെ ശക്തി നിന്നെ എന്നെയും സമർത്ഥിലേക്ക് കൊണ്ടുവരുവാൻ്റെയായിരുന്നു സ്തോത്രം. ഹല്ലേലൂയ. താഴ്ച അനുഭവത്തിൽ ആമേൻ സ്തോത്രം, വളർച്ചയില്ലാതെ, വിശാലത ഇല്ലാതെ, വരണ്ട അവസ്ഥയിൽ ഒക്കെയായിരുന്ന നമ്മളെ കർത്താവ് തൻ്റെ ബലമുളക്കരം നീട്ടി വിടിയിപ്പാണ്ടിയായിട്ടുണ്ട്. കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ഒരു ദോഷവും ഒരു വ്യക്തിക്കും പറ്റിയിട്ടില്ല. അവരെല്ലാം ദൈവത്താൽ മാനിക്കപ്പെട്ടിട്ടുണ്ട്. സംഗീതകാരൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ നീ സമർത്ഥിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയത്തക്ക പോലെ നന്മയ്ക്കായ അടയാളങ്ങൾ ദൈവദിനത്തിനു വേണ്ടി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ വായിക്കുന്ന ഒന്നാമത്തെ പരിശോധന, നീ ഞങ്ങളെ വലയിലകപ്പെട്ടു പോയാൽ പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് ഊരി മാറാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുപോലെ ജീവിതത്തിൽ പല പ്രതിസന്ധിയിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാതെ മാസങ്ങളായി, ആഴ്ചകളായി, വർഷങ്ങളായൊക്കെ വലയിലകപ്പെട്ടവരെ പോലെ ആയിരിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ കാണുവാൻ, കേൾക്കുവാനാകുന്നുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വലകളിൽ അകപ്പെട്ടു പോലെ സ്തോത്രം നമ്മളായിരിക്കുന്നു. എന്നാൽ അത് നമ്മളെ ഒതുക്കിക്കളയും, നമ്മളെ ഇല്ലാതാക്കും, ശൂന്യമാക്കും എന്നൊക്കെ വാദിച്ചു. എന്നാൽ കർത്താവ് അതിന്മേൽ നമുക്ക് ജയം തരുവാൻ ജയം തന്നുകൊണ്ടിരിക്കും. സ്തോത്രം. വലയിൽ അകപ്പെടുത്തി. രണ്ടാമത്തെ വിഷയം, മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. സ്തോത്രം. മുതുകത്തുള്ള ഭാരം.
മുതുകത്തെ ഭാരം എന്ന് പറയുമ്പോൾ സാധാരണ ഭാരമല്ല, ഏറ്റവും കൂടുതൽ ഭാരം ചുമക്കാൻ പറ്റുന്ന മുതുകത്തൂടാണെന്ന് ഞാൻ കണ്ണുമ്പിൽ കണ്ടതാണ്. സ്തോത്രം. പുറത്ത് മുതുകത്ത് വലിയ ഭാരം, അരക്കെട്ട്, ലോയിൻസ് എന്ന് പറയുന്ന സ്വന്തം അരക്കെട്ട് വലിയ ഭാരം. സ്വന്തം അപ്പോൾ ഒരു നിലയിലും പൊങ്ങാനൊക്കാത്ത പോലെ, നിവർന്നു നിൽക്കാൻ പറ്റാത്ത പോലെയുള്ള വലിയ ഭാരത്തിൽ കൂടെ, ഭാരം എന്ന പ്രതിസന്ധിയിൽ കൂടെ നാം കടന്നു. അത് നമ്മളെ ഒതുക്കുമെന്ന് വിചാരിച്ചു, അത് നമ്മൾ ഇല്ലാതാക്കും വിചാരിച്ചു. എന്നാൽ അതിന്മേൽ കർത്താവ് ജയം നൽകി. മൂന്നാമത്തെ കാര്യം, നീ മനുഷ്യരെ ഞങ്ങളെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. പല മനുഷ്യർ നിമിത്തം ദുഃഖങ്ങളും ഭാരങ്ങളും വെല്ലുവിളിയൊക്കെ അനുഭവിച്ച അനുഭവം ഉണ്ടായി. സ്വന്തം ഒരു നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലയിൽ ഭക്തന്മാർക്ക് വിരോധമായി ശത്രുക്കൾ എഴുന്നേറ്റത് നമുക്ക് ബൈബിൾ ചരിത്രത്തിൽ കാണുവാനായിട്ട് ഇടയാകും. സ്വന്തം കർത്താവിൻ്റെ ദാസനായ ദാനിയേലിനെതിരായിട്ട് ശത്രു എഴുന്നേറ്റു. സ്തോത്രം. അവൻ്റെ കൂട്ടുകാർ തന്നെയാണ് അവനെ ഒതുക്കുവാനായിട്ട് ശ്രമിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹനന്യാ, മീശാ, അസര്യാവ് ദാസന്മാരെ ഒതുക്കുവാനായിട്ടും അവിടെ പരിശ്രമം ഉണ്ടായി. സ്തോത്രം. മൊർദെഖായി എന്ന പ്രാർത്ഥന മനുഷ്യരെ ഒതുക്കുവാനായിട്ട് മനുഷ്യർക്ക് കൂടെ പരിശ്രമം ഉണ്ടായി. സ്തോത്രം. എന്നാൽ അതിൻ്റെ മറ്റൊരു അവരെ അത് തകർന്നു, അത് നിമിത്തം അവർ തകർന്നു പോകാൻ സമ്മതിച്ചില്ല. അവരെ അധികം തിരിച്ചു കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. യു ഹാവ് ബ്രോട്ട് അസ് ടു, വി വെന്റ് ത്രൂ മെനി ക്രൈസിസ്, ബട്ട് യു ഹാവ് ബ്രോട്ട് അസ്. കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു, തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് സ്വന്തം. അപ്പോൾ കടക്കേണ്ടി വന്നെങ്കിലും ദൈവം തിരിച്ചു കൊണ്ടുവന്നു. സ്വന്തം. അടുത്ത വിഷയം, നാലാമത്തെ വിഷയം പറഞ്ഞ തീ കൂടെ കടക്കേണ്ടി വന്നു. തീ പോലെ പരിശോധനകൾ. പത്രോസിന്റെ ഭാഷ പറഞ്ഞാൽ അഗ്നിശോധന എന്ന് പറയാം. സ്വന്തം വിശ്വാസ പരിശോധന വിലയേറിയത്. അപ്പം തീക്ക് സമമായ തീയുടെ പ്രത്യേകത, അത് നമ്മളെ പൊള്ളലേൽപ്പിക്കുന്നതാണ്. പൊള്ളലേൽപ്പിക്കും. പൊള്ളിയ പാടുകൾ പല പ്രശ്നങ്ങളും കടന്നു പോയിട്ട് പൊള്ളലേറ്റിട്ട് പൊള്ളൽ കരിഞ്ഞ പ്രിയപ്പെട്ടവർ പാടുമായി നടക്കുന്നവരുണ്ട്. ഇന്ന വിഷയത്തിൽ എനിക്കുണ്ടായ വേദനയാണിത്, ഇന്ന സംഭവത്തിൽ എനിക്കുണ്ടായ പ്രശ്നമാണിത്. അങ്ങനെ പാടുകൾ മാറാതെ കിടക്കുന്ന വിഷയങ്ങൾ. സ്വതം വിഷയം നിന്നെ ഒതുക്കുമെന്ന് വിചാരിച്ചു, എന്നാൽ അതിനകത്തും ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുവാനായിട്ടിടയായി. സ്തോത്രം. അഞ്ചാമത് വിഷയം വെള്ളമാണ്. വെള്ളം പറഞ്ഞാൽ സ്തോത്രം, ഈ വെള്ളം നമ്മെ മുക്കിക്കളയുന്ന വെള്ളമാണ്. സ്തോത്രം. വെള്ളം കൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത്. വെള്ളം കൊണ്ട് സ്തോത്രം ജീവിതം തകർന്നു പോയി ഒത്തിരി പേര് നമുക്കറിയാം. ബൈബിൾ ചരിത്രം തന്നെ ഉൽപ്പത്തി പുസ്തകം കാണിക്കുന്നുണ്ട്. വെള്ളത്താൽ ഒരു വലിയ നാശം സംഭവിച്ചു. സ്തോത്രം. വെള്ളം മുക്കിക്കളയുവാൻ 18 സംഗതി വായിക്കുമ്പോൾ പെരുവെള്ളത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം തൻ്റെ മക്കൾക്ക് നീട്ടിയെന്ന് കാണുന്നു. സ്തോത്രം. കർത്താവിൻ്റെ കരം നീട്ടി വലിച്ചെടുത്തു എന്ന് കാണും. പെരുവെള്ളത്തിൽ തന്നെ അവൻ വലിച്ചെടുത്തു. പെരുവെള്ളത്തിൽ കൂടെ നിന്നെ മുക്കിക്കളുവാനായിട്ട് പരിശ്രമം ഉണ്ടായി. അതിനകത്ത് കർത്താവ് തന്നെ കരം നീട്ടി വലിച്ചെടുക്കുവാണ്ടിയായി. ഈ 5 പ്രശ്നങ്ങളിൽ കൂടെ ദൈവത്തിൽ കടന്നു. 1, വലയിലകപ്പെട്ടവരെ പോലെ. 2, മുതുകത്ത് വലിയ ഭാരം ഉള്ള വ്യക്തികളെ പോലെ. 3, മനുഷ്യർ നിമിത്തം മനുഷ്യർ തലമേൽ ഓടി നടക്കുമാറാക്കുന്ന അനുഭവത്തിൽ. 4, തീക്ക് സമമായ പ്രശ്നങ്ങൾ. 5, വെള്ളത്തിൽ കൂടെ മുക്കിക്കളയെന്ന് വിചാരിച്ച പ്രശ്നത്തിൽ കൂടെ നീ കടക്കേണ്ടി വന്നു. സ്തോത്രം. എന്നാൽ ദൈവം നമ്മെ സമർത്ഥിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ രാവിലെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നീ പല വിഷയത്തിൽ ഈ 5 പ്രശ്നങ്ങൾ കൂടെ, 5 വിഷയങ്ങൾ സമമായ പ്രശ്നങ്ങൾ കൂടെ നീ കടന്നു പോകുന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സമർത്ഥിലേക്ക് കൊണ്ടുവരും. യു ഹാവ് ബ്രോട്ട് us to a place of abundance. സ്തോത്രം. നീ ഒരു സമൃദ്ധിയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. തകർച്ച അനുഭവിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധമാവ് രാവിലെ തൊടുകയാണ്. ഈ 5 പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നുവെങ്കിലും ദൈവത്തിനെ ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുമെങ്കിൽ ദൈവം നിന്നെ സമർത്ഥിലേക്ക് കൊണ്ടുവരുവാൻ മതിയായ ദൈവമാണ്. ദൈവമേ, ഇന്ന് രാവിലെ ദൂതുമ്പാകെ സമർപ്പിക്കുന്ന, ഈ ദൂത് ശ്രവിക്കുന്ന വ്യക്തികൾക്ക് ഉള്ള ഈ 5 പരിശോധനകൾ കൂടെ കടന്നു പോകുമ്പോൾ, ഈ പരിശോധന മറ്റൊരു കർത്താവേ, നിന്റെ മക്കൾ തകരാനല്ല കർത്താവേ, നിന്റെ മക്കൾ സമർത്ഥിലേക്ക് വരുവാൻ ഇവിടെയാക്കണമേ. യേശു വന്നത് നിനക്ക് സമർത്ഥമായ ജീവൻ തരാനാണെന്ന് യോഹന്നാൻ 10 വായിക്കുന്നു. ആ സമർത്ഥി അനുഭവം ജനം ഈ ആഴ്ച പ്രാപിക്കേണ്ടെന്ന് ആത്മാവിൽ കൽപ്പിക്കുകയാണ്. സ്വർഗ്ഗീയ അനുഭവനായ സ്തോത്രം ദിനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ആഴ്ച അനുഗ്രഹത്തിൻ്റെ ആഴ്ചയെ മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.